സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പനിമിഷം ധ്യാനിപ്പാൻ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അപ്പോസ്തലന്മാരുടെ കയ്യിൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. സ്തോത്രം. നമുക്കറിയാം, ഈ അധ്യായം നമുക്കറിയാം, അപ്പോസ്തലനായ പത്രോസിനെ ദൈവം ഉപയോഗിച്ച ഒരു അധ്യായമാണ്. ശക്തമായിട്ട്, പ്രൈസ് ദി ലോർഡ്, വളരെ ശക്തമായി പത്രോസ് കടന്നു പോകുമ്പോൾ പത്രോസിൻ്റെ നിഴൽ തട്ടിയാൽ, നിഴൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വീണ് കഴിഞ്ഞാൽ അത് എത്ര കഠിന രോഗമുള്ള വ്യക്തിയാണെങ്കിലും സൗഖ്യം പ്രാപിക്കും. വലിയ വീര്യപ്രവൃത്തികൾ പത്രോസിൽ കൂടെ ദൈവം ചെയ്തു. എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് ചിലരെ കരങ്ങളിലെടുത്ത് കർത്താവിൻ്റെ വേല ഏൽപ്പിക്കാൻ കർത്താവ് കാത്തിരിക്കുക. സ്തോത്രം. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാനുണ്ട്. ദൈവത്തിന് നിയോഗത്തോടെ നിന്നിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനുണ്ട്. നീ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ മതി. നോക്കൂ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇവിടെ രണ്ട് വ്യക്തികളെ കാണും. ഒന്ന് അനന്യാസ്, തൻ്റെ ഭാര്യ. ഈ രണ്ടുപേരുടെയും നിലം വിറ്റ് പത്രോസിൻ്റെ അടുത്ത് അവർ കൊണ്ടുവരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കൊണ്ടുവരികയാണ്. പത്രോസിൻ്റെ അടുത്തിൽ നിലം വിറ്റതിനെ കൊണ്ടുവരുമ്പോൾ അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്ത് വയ്പ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? സ്തോത്രം. കണ്ടോ? അപ്പോൾ അന്നത്തെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ഹൃദയത്തിനകത്തിരിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമായിരുന്നു. സ്തോത്രം. എന്നാൽ ഇന്നോ, ഈ കാലഘട്ടങ്ങളിൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയാൽ പ്രശ്നങ്ങളാകും. ഇന്ന് അതുകൊണ്ട് പ്രവാചകന്മാർ തന്നെ പലപ്പോഴും ചില പ്രവചനങ്ങൾ ദൈവം കൊടുത്താൽ പോലും പറയത്തില്ല. സ്തോത്രം. പറയാതെ പോകുന്നു. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ ശക്തമായി ദൈവം ഉപയോഗിച്ച ഒരു ശുശ്രൂഷകനാണ് പത്രോസ്. പത്രോസ് വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ രോഗികളെ കൊണ്ടുവന്ന് തൻ്റെ യാത്രയുടെ വഴിയരികിലും കിടത്തും. സ്തോത്രം. എന്തെന്നറിയാമോ? അവൻ്റെ നിഴലൊന്ന് ഈ ശരീരത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ രോഗി എത്ര കഠിനമായ രോഗമാണെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഈ രോഗികളുടെ മേൽ ഈ നിഴൽ വീഴുമ്പോൾ അവരെന്തെന്നറിയാമോ? എണീറ്റ് നടക്കും. പ്രൈസ് ദി ലോർഡ്. ഉടനെ തന്നെ എന്ത് ചെയ്യും? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, അവർ സൗഖ്യം പ്രാപിക്കും. ഒരു സൗഖ്യത്തിനായി നൂറുകണക്കിന് വ്യക്തികൾ പത്രോസിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കടന്നു വരുമായിരുന്നു. സ്തോത്രം. ആ കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള ശുശ്രൂഷകൾ വെളിപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നോക്കൂ, ഇതിൻ്റെ 11-ാം വാക്യം, സർവസഭയ്ക്കും ഇത് കേട്ടവർക്കും എല്ലാവർക്കും മഹാഭയമുണ്ടായി. എന്ന് വെച്ചാൽ അനന്യാസ്, സഫീറ എന്ത് ചെയ്തു? രണ്ടുപേരും മരിച്ചു. അവർ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചതുകൊണ്ടും അപ്പോസ്തലന്മാരുടെ കാൽക്കീഴിൽ അവരുടെ നിലം വിറ്റ പൈസ കൊണ്ട് മുഴുവനും കള്ളം കാണിക്കാതെ കൊണ്ടുവയ്ക്കാത്തത് കൊണ്ടും അവരവിടെ പിടഞ്ഞു വീണ് മരിക്കുകയാണ്. നോക്കൂ, ഇത് കേട്ടപ്പോൾ തന്നെ സ്തോത്രം, വലിയ ഭയം സ്തോത്രം, സ്ത്രീകളുടെ മേലും മാത്രമല്ല പുരുഷന്മാരുടെ മേലും വീണു. ഇവരെല്ലാം നിരവധി പേരെന്ത് ചെയ്യുന്നറിയാമോ? സ്ത്രീകളും പുരുഷന്മാരും കർത്താവിനെ എന്ത് ചെയ്തു? വിശ്വസിച്ചു. പൗലോസിനെ അല്ല വിശ്വസിച്ചു, പിന്നെ ആരാ? കർത്താവിൽ അവർ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ വിശ്വസിച്ചു. എന്ത് ചെയ്തു? അവർ ചേർന്ന് വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതെന്നറിയാമോ? ഒരു ഒറ്റ മനസ്സാ. പ്രൈസ് ദി ലോർഡ്. നോക്കൂ,
അവർ മണ്ഡപത്തിൽ എങ്ങനെ ഇരുന്നത്? പതുവായി കൂടി വന്നു. എങ്ങനെ? ഏക മനസ്സോടെ. അപ്പോൾ ആരാധനാലയത്തിനകത്ത് ഏക മനസ്സോടെ കയറി ചെല്ലുന്നവനെ ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവമുണ്ട് കേട്ടോ. നോക്കൂ 15-ാം വാക്യം. രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, വല്ലവരുടെ മേലും വീഴേണ്ടതിന് വീഥികളിൽ, ആമേൻ, സ്തോത്രം, വിരിപ്പിൻ്റെ മേൽ കിടക്കയുടെ മേലും അവരെന്ത് ചെയ്തു? കിടത്തി. സ്തോത്രം, ആമേൻ. അത് കൂടാതെ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഈ രോഗികൾ എന്ത് ചുമന്നു കൊണ്ടുപോയി. എവിടെ? യെരൂശലേമിൽ നിന്നും ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി. രോഗികളും അശുദ്ധാത്മാക്കളും ബാധിച്ചവരൊക്കെ എന്ത് ചെയ്തു? കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ വലിയ ഒരു സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ പത്രോസിൽ ഏൽപ്പിച്ചു. ഇന്ന് എന്നെ സന്ദേശം കേൾക്കുന്ന ദൈവകുഞ്ഞെ, നീ ഒരു കൃപാവരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവ പൈതലാണോ എങ്കിൽ ശ്രദ്ധിക്കൂ. നിങ്ങളെ കർത്താവ് ഒരു ശുശ്രൂഷകനാക്കാൻ പദ്ധതിയുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് ദൈവശബ്ദം കേട്ടിട്ടും നിങ്ങൾ ദൈവത്തിൻ്റെ ആലോചന കേട്ടിട്ടും കീഴ്പ്പെടാതെ മുൻപിലോട്ട് പോകുകയാണോ? ആമേൻ. നിങ്ങളിൽ ഒരു അത്ഭുതം ഇന്ന് പകൽക്കാലം ദൈവം അയക്കട്ടെ. ആമേൻ, സ്തോത്രം. നോക്കൂ, പിന്നെ മഹാപുരോഹിതനും സദൂക്യരും എന്ത് ചെയ്യുന്നറിയാമോ? പക്ഷപാതക്കാരൊക്കെ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് കിടത്തുക മാത്രമല്ല, ഇവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ ഇവർ അസൂയ നിറഞ്ഞങ്ങ് എണീറ്റു. വിടുതൽ സഭയ്ക്കകത്ത് നടക്കുമ്പോൾ, നിന്റെ കുടുംബത്തിൽ നടക്കുമ്പോൾ അസൂയകൾ എണീക്കും. പേടിക്കണ്ട. ശുശ്രൂഷ എവിടെ വെളിപ്പെടുമോ അവിടെ സാത്താൻ എണീക്കുമെന്നുള്ള കാര്യം സംശയമില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം പത്രോസിൻ്റെ മേൽ വ്യാപരിച്ച ആ ദൈവ സാന്നിധ്യമുണ്ടല്ലോ, ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കാൻ പോകുകയാണ്. വിശ്വസിച്ചാൽ, ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ആ കാലഘട്ടത്തിൽ നടന്ന ശുശ്രൂഷ ഇന്നും അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ചിലരിന്ന് പകൽക്കാലം വിടുതൽ പ്രാപിച്ചു. അശുദ്ധാത്മാക്കൾ നിങ്ങൾ ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങളിൽ മാത്രമല്ല, കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ ഭരിക്കുന്ന സകല പ്രതികൂലങ്ങളും അഴിയാൻ പോകുകയാണ്. മാത്രമല്ല, ചിലർ വിടുതൽ പ്രാപിക്കുന്ന പകൽ കൂടെയാണെന്ന് പകൽ. നമുക്ക് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം. ദൈവം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവേ, ക്രൂശിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. ആവശ്യങ്ങളുടെ മധ്യതയും അത്ഭുതങ്ങളെ ചെയ്യണം. പിന്നെ ഈ സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ കരം കൂടെ ഇരിക്കണമേ. കർത്താവിൻ്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. കർത്താവ് ഇന്ന് ജനത്തിൻ്റെ ഇടയിൽ അത്ഭുതങ്ങളെ ചെയ്യണമേ. കരങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.